ബാറുകളുടെ സമയം ദീർഘിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. നേരത്തെ തന്നെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ അനുവദിച്ച സമയം 10 മുതൽ 12 വരെയാണ്. അത് എല്ലായിടത്തേക്കും ബാധകമാക്കി ഏകീകരിച്ചു എന്നേ ഉള്ളൂ. ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഇപ്പോഴല്ല, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ സമയക്രമമാണുള്ളത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നത്, എല്ലാ ബാറുകളുടെയും ലൈസൻസ് ഫീസ് 35 ലക്ഷം രൂപയാണ്. അത് ടൂറിസം ഡെസ്റ്റിനേഷൻ ആണെങ്കിലും അല്ലെങ്കിലും. ഇനി ടൂറിസം ഡെസ്റ്റിനേഷനായി നോട്ടിഫൈ ചെയ്തതിന്റെ പ്രദേശത്തും ബാറുണ്ടാവും, അതിന്റെ തൊട്ടടുത്തും ബാറുണ്ടാവും. അവിടെ അത് നോട്ടിഫൈ ചെയ്തതാവില്ല. അപ്പോൾ ഒരു വിവേചനം നിലനിൽക്കുന്നു എന്നുള്ള പരാതി വളരെ ശക്തമായിട്ട് സർക്കാരിന്റെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. സമയം സംബന്ധിച്ചും നേരത്തെ തന്നെയുള്ള ഒരാവശ്യവുമാണ്. ഇതെല്ലാം പരിഗണിച്ചാണ് ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ നിലനിൽക്കുന്ന സമയം മറ്റുള്ളവർക്ക് കൂടി ബാധകമാക്കിയത്. അല്ല, പുതിയൊരു തീരുമാനം എടുക്കുകയല്ല ചെയ്തത്. ഇത് മറ്റ് സംസ്ഥാനങ്ങൾ, കേരളത്തിന് സമാനമായ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ എല്ലാ സ്ഥിതി കൂടി പരിശോധിച്ചിട്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഇപ്പോൾ കർണാടകയിലെ സമയം 9 മുതൽ 12 നമ്മളിപ്പോൾ 10 മുതൽ 12 വരെയാണ് കൊടുത്തത്. കർണാടകയിൽ നേരത്തെ തന്നെ രാവിലെ 9 മുതൽ 12 മണി വരെയാണ്. ബാംഗ്ലൂർ നഗരത്തിലാണെങ്കിൽ രാവിലെ 9 മുതൽ രാത്രി 1 മണി വരെയാണ്. പക്ഷെ അവിടുത്തെ ലൈസൻസ് ഫീസ് വളരെ കുറവുമാണ്. കർണാടകയിൽ 4 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള സ്ലാബുകളായിട്ടാണ് ലൈസൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ പല സ്ലാബായിട്ടാണ്. നമ്മൾ യൂണിഫോം റേറ്റ് 35 ലക്ഷമാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഉയർന്ന ലൈസൻസ് ഫീസിന്റെ 3.5 ഇരട്ടിയാണ് നമ്മുടേത്. ആന്ധ്രയിൽ 10 മുതൽ 12 മണി വരെയാണ്. തമിഴ്നാട്ടിൽ 12 മണിക്കൂറാണ്. പക്ഷേ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കാം. അവിടെ നിയന്ത്രണമില്ല. അപ്പോൾ ഇതാണ് അയൽ സംസ്ഥാനങ്ങളുടെ എല്ലാം സ്ഥിതി. ഇതും ഗവൺമെന്റ് കണക്കിലെടുത്തു. കാരണം ഇതൊരു വ്യവസായമാണല്ലോ. വ്യവസായം എന്ന നിലയിൽ വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതിയുമായിട്ട് കൂടി താരതമ്യപ്പെടുത്തേണ്ടി വരും. ഇവിടെ ഏറ്റവും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത ലൈസൻസ് ഫീസ് സർക്കാർ ഈടാക്കുന്നു. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള പ്രശ്നം കുറെ കാലമായിട്ട് ഗവൺമെന്റിന്റെ മുമ്പിലുള്ളതാണ്. അതാണ് ഇപ്പോൾ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഉള്ളത് തന്നെ മറ്റുള്ളവർക്ക് കൂടി ബാധകമാക്കിയത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈസൻസ് ഫീസ് നോക്കിയാൽ ഏറ്റവും ഉയർന്നത് കേരളത്തിലാണ്. തമിഴ്നാട്ടിൽ വിവിധ സ്ലാബുകളാണ്. അത് സ്റ്റാർ പദവിയുടെ അടിസ്ഥാനത്തിലാണ്. 6 മുതൽ 25 ലക്ഷം വരെയാണ്. 6 ലക്ഷത്തിൽ തുടങ്ങി 25 ലക്ഷം വരെ സ്റ്റാർ പദവിയുടെ അടിസ്ഥാനത്തിൽ. നമ്മുടെ അങ്ങനെയല്ല, യൂണിഫോം റേറ്റ് ആണ് 35 ലക്ഷം എന്നത്. കർണാടകയിൽ 4 മുതൽ 10 ലക്ഷം വരെയാണ്. ആന്ധ്രയിൽ 25 ലക്ഷമാണ്. ഏറ്റവും ഉയർന്ന ലൈസൻസ് ഫീസ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മുടേതാണ് ഉള്ളത്. അപ്പം അതും കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം വരുത്തിയ ഒരു മാറ്റം, ഇത് ടൂറിസമാണ് പ്രധാനമായിട്ടും പരിഗണിച്ചത്. അത് കഴിഞ്ഞ ഏതാനും മദ്യനയങ്ങളിലായി ടൂറിസം കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള ചില ഇളവുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൈസ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ മീറ്റിങ്ങുകൾ, ഇവന്റുകൾ, കോൺഫറൻസുകൾ ഒക്കെ വരുമ്പോൾ പ്രത്യേക ലൈസൻസ് കൊടുക്കാൻ, പ്രത്യേക അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം ഫീസ് വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് 5 ലക്ഷം രൂപ അധികം ഫീസ് അടച്ചാൽ 3 മണി വരെ പ്രവർത്തിക്കാനുള്ള അനുമതിയും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. കാരണം വലിയ പരാതി ടൂറിസം മേഖലയിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായി. ഇപ്പോൾ രാത്രി 10:45 ഒരു വിദേശി മദ്യം ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ല. കാരണം ക്ലോസ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ടൂറിസത്തെ വലിയ തോതിൽ ബാധിക്കുന്നു എന്നുള്ള പരാതി വന്നിരുന്നു. ഇതൊക്കെ എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പുതുതായി പൊടുന്നതിനെടുത്തിട്ടുള്ള ഒരു തീരുമാനവുമല്ല. 5 ലക്ഷം 3 മണി വരെ. പക്ഷെ പിറ്റേന്ന് ഡ്രൈ ഡേ ആണെങ്കിൽ അത് പറ്റൂല.
അത് 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം. 3 മണി വരെയുള്ളത് 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം. ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട ഫയലുകൾ വളരെ വേഗത്തിൽ നീങ്ങുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നത് കേരളത്തിൽ വേഗതയില്ല ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്ന് ആരാ പറഞ്ഞതെന്നാണ് ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് ഒന്ന് അറിയാൻ താല്പര്യമുണ്ട് എനിക്ക്. എന്തായിരുന്നു ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം? ഞാൻ കണ്ടില്ല അദ്ദേഹം പറഞ്ഞത്. അതറിയാൻ അതിയായ താല്പര്യമുണ്ട്. എന്തായിരുന്നു ഒന്ന് പറഞ്ഞത്? ഈ ടൂറിസം കേന്ദ്രങ്ങൾ കൂടുതൽ അനുവദിച്ചത് ഇതിനു വേണ്ടിയാണോ എന്ന് സംശയിക്കുന്നു എന്നുള്ളത്. അതാണ് ഒരു കാര്യം പറഞ്ഞത്. മറ്റൊന്ന് പറഞ്ഞതാണ് വേഗത്തിൽ ഇതിന്റെ ഫയലുകൾ വളരെ വേഗത്തിൽ നീങ്ങി എന്ന ഒരു ആരോപണം കൂടി. ഇതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഫയല് നടപടിക്രമങ്ങൾ പാലിച്ച് യഥാർത്ഥത്തിൽ വൈകുകയാണ് ചെയ്തത്, വേഗത്തിലല്ല നീങ്ങിയത്. കുറച്ച് കൂടുതൽ കാലതാമസം ഉണ്ടാവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒക്ടോബറിൽ തീരുമാനമുണ്ടാകുമായിരുന്നു. ഫയൽ നീങ്ങുന്നതിൽ വളരെ അവധാനതയിലാണ് ഫയൽ നീക്കമൊക്കെ നടന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ദുരൂഹത ആരോപിക്കലാണല്ലോ. ഇനി ഞാൻ ഒരു കാര്യം പറയാം. പ്രതിപക്ഷത്തിനും ഇതറിയാമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ്. ഇത് പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു സർക്കാർ ഈ തീരുമാനം എടുക്കുന്നു എന്നുള്ളത്. പ്രതിപക്ഷം അനുകൂല നിലപാട് അറിയിക്കുകയും ചെയ്തതാണ്. എല്ലാ കാര്യങ്ങളും രേഖാമൂലം അല്ലല്ലോ ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങളിലൊക്കെ ചില ആശയവിനിമയം സാധാരണഗതിയിൽ നടക്കുമല്ലോ. അതാ പറഞ്ഞ എല്ലാ കാര്യവും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പുലർത്തേണ്ട ഒരു മര്യാദ ഞാൻ പുലർത്തും. തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന സമയത്ത് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന സമയത്ത് ഇത് ചെയ്തതിൽ ദുരൂഹത ആരോപിക്കുകയാണോ? അല്ല, അതാ പറഞ്ഞത്, പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു എന്ന്. പ്രതിപക്ഷം ഇന്നല്ല പ്രതിപക്ഷം അറിയുന്നത്. പ്രതിപക്ഷത്തിന് അനുകൂല നിലപാടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. ഇനി തർക്കം ഉന്നയിക്കുമ്പോൾ ഞാൻ പറയാൻ ബാക്കി. ഇപ്പോഴല്ല, അവർക്ക് നേരത്തെ അറിയാമായിരുന്നു. നേരത്തെ അറിയാമായിരുന്നു. സമയം വൈകി എന്നാ ഞാൻ പറഞ്ഞത്. അല്പം വൈകിപ്പോയി, കാരണം ഫയൽ നടപടികളൊക്കെ നീങ്ങുന്നതിൽ. നമ്മുടെ ഒരു കാര്യം പറയാം, സർക്കാരിന്റെ മുമ്പിൽ ഈ വിഷയം കുറെ കാലമായിട്ടുള്ളതാണ്. കുറെ കാലമായിട്ടുള്ള ആവശ്യമാണ്. ഇതുപോലെ നിരവധി ഇളവുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ടൂറിസത്തിന്റെ വീക്ഷണത്തിലും ഒക്കെ. ഇതിലെല്ലാം പൊതുവിൽ എല്ലാവർക്കും യോജിപ്പാണുള്ളത്. എല്ലാവർക്കും യോജിപ്പാണ് ഇക്കാര്യത്തിലൊക്കെ ഉള്ളത്. പക്ഷെ അപ്പോഴും യോജിപ്പുള്ളതും ചില കാര്യം തീരുമാനമെടുക്കാൻ ഒരാശങ്ക ഉണ്ടാവുമല്ലോ. ഇതിനെ എങ്ങനെ ചിത്രീകരിക്കും എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടാവുമല്ലോ. ആ ആശങ്ക മാറിയ ഘട്ടത്തിലാണ് സർക്കാർ ഈ തീരുമാനം എടുക്കാൻ നിശ്ചയിച്ചത്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ബാക്കി ഇങ്ങോട്ട് ചോദിച്ചാൽ മതി. തൽക്കാലം ഇപ്പൊ ഇത്രയും പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഭകളും വലിയ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. നോക്കട്ടെ, നമുക്കിത് എത്രത്തോളം പോവും, ആരല്ല എന്തൊക്കെ പറയുന്നു നോക്കട്ടെ. അതെ, അത് ഞങ്ങളെ പറ്റി ആയിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക. ഞങ്ങളെ പറ്റി അല്ല, സർക്കാരിനെ പറ്റി അത് പറയാൻ പറ്റില്ല. സർക്കാരിനെ പറ്റി അത് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് ആത്മവിശ്വാസത്തിൽ പറയാൻ പറ്റും. കത്തോലിക്ക സഭ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടില്ല. സർക്കാരിനെ പറ്റിയായിരിക്കില്ല. സർക്കാർ അത്തരം ഡീലുകൾ ഉണ്ടാക്കുന്നവരല്ല. അതെല്ലാം എല്ലാ ആവശ്യങ്ങളും എല്ലാവർക്കും ഉന്നയിക്കാനുള്ള അവകാശമുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട്. ഞാൻ ഒരു കണക്കാണ് പറഞ്ഞത്. ഇതൊരു വ്യവസായമാണ്. വ്യവസായമായിട്ട് ഈ ഗവൺമെന്റ് വന്ന ശേഷം വന്നതല്ല. കേരളത്തിൽ എല്ലാ കാലത്തും ഇതൊരു വ്യവസായമാണ്. ആ വ്യവസായം എന്ന നിലയിൽ 35 ലക്ഷം രൂപ ലൈസൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ വർഷവും ലൈസൻസ് ഫീ ഈടാക്കുന്നുണ്ട്. അപ്പോൾ വ്യവസായത്തിന്റെ നിലനിൽപ്പും പ്രധാനമാണ്.
എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യവസായം. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഒരു ഇരട്ടത്താപ്പും കാപട്യവും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ ചിലരെ പറ്റിയൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് പരിമിതി ഉണ്ടല്ലോ പറയാൻ. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കണക്ക് നോക്കൂ. തമിഴ്നാട്ടിലെ ബാറുകളും റീറ്റെയിൽ ഔട്ട്ലെറ്റും കൂടി ചേർന്നാൽ 5683. 5683. കർണാടകയിൽ 5539. ആന്ധ്രയിൽ 4576. ആന്ധ്ര വിഭജനത്തിന് ശേഷം കേരളത്തേക്കാൾ ചെറിയ സംസ്ഥാനമാണ് കേട്ടോ. തെലങ്കാനയിൽ 2485. കേരളത്തിൽ ഇതെല്ലാം കൂടി ചേർന്ന് ആകെ മദ്യശാലകളുടെ എണ്ണം 1379. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ 4 ഇരട്ടി തമിഴ്നാട്ടിലും കർണാടകയിലും ഉണ്ട്. കേരളത്തിന്റെ 4 ഇരട്ടി ജനസംഖ്യയില്ലല്ലോ. 4 ഇരട്ടി ജനസംഖ്യയില്ലല്ലോ. അപ്പൊ ഇതെന്തോ മറ്റെവിടെയും ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ, അതും ഇപ്പോ ഈ 10 കൊല്ലം കൊണ്ട് ചെയ്തു എന്ന മട്ടിലൊക്കെ പറയുന്നത് തികഞ്ഞ കാപട്യവും ഇരട്ടത്താപ്പുമാണ്. അപ്പൊ ഇത് വ്യവസായം എന്ന നിലയിൽ ഇന്ത്യ മുഴുവനുണ്ടല്ലോ. ഞാനിപ്പോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഉത്തരേന്ത്യയിലേക്ക് പോയാൽ കണക്കുകൾ ഇതിനേക്കാൾ കൗതുകകരമായിരിക്കും. ഇപ്പൊ യാഥാർത്ഥ്യങ്ങളായിട്ട് കാണണം. കേരളത്തിൽ മാത്രമുള്ള എന്തോ ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് ഇതിനെ അവതരിപ്പിക്കുന്നത് ന്യായമല്ല. പിന്നെ സ്വകാര്യ സംഭാഷണങ്ങളിൽ എല്ലാവരും ഇതിനൊക്കെ അനുകൂലമാണ് താനും. അല്ല, ചർച്ചകളിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങള് എക്സൈസ് വകുപ്പിന്റെ വിഷൻ 2031 സെമിനാറിന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വിളിച്ചിരുന്നു. അവരെല്ലാം പറയുന്ന നിലപാടെന്താ? ഇതിലൊക്കെ കുറച്ചുകൂടി ലിബറൽ ആവണം എന്നതാണ് എടുക്കുന്ന നിലപാട്. നിങ്ങള് അത് കഴിഞ്ഞാൽ ക്യാമറയുടെ മുമ്പിലും സ്റ്റുഡിയോയിലെത്തിയാൽ ഞങ്ങൾക്കെതിരെ ആക്രോശിക്കുമായിരിക്കും, അലറുമായിരിക്കും. അത് നിങ്ങളുടെ ജോലിയാണ്. പക്ഷെ ഇത് ലിബറൽ ആവണം എന്നതാണ് അഭിപ്രായം എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവ് ഇതിലൊക്കെ വളരെ പുരോഗമനപരമായ നിലപാടുള്ള ഒരാളാണെന്നാണ്, ലിബറൽ ആയിട്ടുള്ള ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, വളരെ ലിബറലാണ് അദ്ദേഹം ഇത്തരം ഈ കാര്യങ്ങളിൽ. കാരണം മാറുന്ന ഒരു സമൂഹത്തിന്റെ കൂടെയാണ് എന്നാണ് അദ്ദേഹം പല വേദികളിലും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇടത് സർക്കാരിന്റെ മദ്യനയമായിട്ട് പ്രശ്നമില്ല. അതാണ് ആശങ്ക. അതിനെപ്പറ്റി ആശങ്കപ്പെടുകയോ വേണ്ട. ഇത് മദ്യവർജനം തന്നെയാണ്. മദ്യവർജനാണ്, മദ്യനിരോധനമല്ല. അതാണ് വ്യത്യാസം. വർജിക്കേണ്ടത് കഴിക്കുന്ന ആൾക്കാർ വർജിക്കുക. തീർച്ചയായിട്ടും മദ്യവിരുദ്ധ സമിതിക്കാരൊക്കെ ഉണ്ടല്ലോ, അവരവരുടെ പ്രവർത്തനം ഊർജിതമായിട്ട് നടത്തി ആളുകളെ പിന്തിരിപ്പിക്കുകയും മാനസാന്തരം വരുത്തുകയൊക്കെ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ഇപ്പൊ CPM പോലൊരു സംഘടന മറ്റേ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ടല്ലോ മദ്യപിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാവരും അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ തുടരട്ടെ. ഇതൊരു വ്യവസായമാണെന്ന് ഈ സർക്കാർ കണ്ടുപിടിച്ചതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.